ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഇടിച്ചക്ക കൊണ്ട് ഒരു ടേസ്റ്റിയായ കറി ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. വിളയാത്ത ഒരു ചക്ക എടുക്കുക, അതിൻ്റെ മടലെല്ലാം ചെത്തിക്കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. അതിനുശേഷം ഒരു പാനിലേക്ക് വെച്ച് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്ത് ഒന്ന് വേകാൻ വെക്കുക. ചക്ക നല്ലതുപോലെ വെന്ത് കഴിയുമ്പോൾ അതിലെ വെള്ളം നമുക്ക് ഇതുപോലെ ഒരു സ്ട്രെയിനറിനകത്തേക്ക് ചക്ക എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് അതിലെ വെള്ളം ഒന്ന് നമുക്ക് ഊറ്റിയെടുക്കേണ്ടതാണ്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് ചെറുതായി അരിഞ്ഞ സവാള, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കേണ്ടതാണ്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇത് ചെറുതീയിൽ കിടന്ന് വഴറ്റിയെടുക്കാം. അതായത് നമ്മൾ വേവിച്ച് വെച്ച ചക്കയില്ലേ, അത് നമ്മളിപ്പോൾ വെള്ളം വറ്റാനായിട്ട് നമ്മൾ സ്ട്രെയിനറിനകത്ത് ഇട്ട് വെച്ചേക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ആ ചക്ക വീണ്ടും ഇട്ട് കൊടുത്തിട്ട് അതിൽ ജലാംശം ഒന്ന് മാറിക്കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ചക്കയിലെ ജലാംശം എല്ലാം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത്രേ ഉള്ളൂ. ചെറിയ തീയിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഫ്രൈ ചെയ്യാൻ വെച്ച ചക്കയുടെ നിറം ഒന്ന് മാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തെടുക്കാം. മറ്റുള്ള ചേരുവകൾ പിന്നീട് ചേർക്കാവുന്നതാണ്. ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ വഴറ്റാൻ വെച്ച് നല്ലപോലെ വഴണ്ടിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കും. ചക്കയിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുത്ത് അതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അടുത്തായിട്ടൊരു പാനിലേക്ക് കുറച്ച് കാശ്മീരി മുളകിൻ്റെ പൊടി നമ്മുടെ ആവശ്യത്തിന് ചേർക്കേണ്ടതാണ്. ചക്ക എടുത്തതനുസരിച്ച് ചേർത്ത് അത് കുറച്ച് മല്ലിപ്പൊടി, ഇത് രണ്ടും കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ചൂടായതുകൊണ്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് തണുക്കുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തൊന്ന് അരച്ചെടുക്കണം. ചൂടായിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഉണ്ടാക്കി വെച്ച മുളക് പൊടി, മല്ലിപ്പൊടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ചെറിയ കഷ്ണം കറുകപ്പട്ട, സ്റ്റാർ അനീസ്, ഗ്രാമ്പൂ, ഏലക്ക, കുറച്ച് പെരുംജീരകം ഇതെല്ലാം കൂടി ചേർത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് മിക്സിയുടെ ജാറ് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കും. ഇനി നമ്മൾ ഈ അരപ്പ് ഈ ചക്കയിലേക്ക് ഇട്ട് കൊടുക്കുക. മിക്സിയുടെ ജാറിലുള്ളതും കൂടി ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ഒക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ജാറിലുള്ളതെല്ലാം കൂടെ കലക്കി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു. ഇപ്പോൾ കറി ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഉപ്പെല്ലാം പാകത്തിനാക്കി എടുക്കാം. കറി ആദ്യം ഒന്ന് തിളക്കട്ടെ. ഇപ്പം നമ്മുടെ കറി നല്ലപോലെ തിളച്ച് ഉപ്പെല്ലാം ഞാൻ പാകത്തിനാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചിക്കൻ കറിയുടെ മസാല കൂടെ ചേർത്തു. ഇത് വേണ്ടവർ ചേർത്താൽ മതി. കറിക്കൊരു ചിക്കൻ കറിയുടെ മണം കിട്ടും. ഇത് നമ്മുടെ വെജിറ്റേറിയൻസിൻ്റെ മീറ്റ് കറിയല്ലേ, അപ്പോൾ ഒരു മീറ്റ് കറിയുടെ മണം കിട്ടാനായിട്ടാണ് ഞാൻ ചിക്കൻ മസാല കുറച്ച് ചേർത്ത് കൊടുക്കുന്നത്. ഇത് വേണ്ടവർ ചേർത്താൽ മതി. അതുകൂടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ പുറത്തേക്കൊരു താളിപ്പ് കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറി റെഡിയാവും. കറിക്ക് ആവശ്യമായ താളിപ്പുഴ റെഡിയാക്കിയിരിക്കുകയാണ്. ഇനി ഞാൻ കറിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൽ കടുക്, പച്ചമുളക്, കറിവേപ്പില ഇത്രയുമാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് കറിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കും. വേണ്ടുന്ന താളിപ്പ് കടുക്, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ചേർത്ത് താളിച്ച് കടുക് മുറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മീറ്റ് മസാല കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. Thanks for watching.